ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി പോലെ കുഞ്ഞു പെണ്ണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല. കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കേക്ക് കട്ടിങ്ങും അവർ ഇഷ്ടപ്പെട്ട 1-2 ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലാണെങ്കിലും കുഞ്ഞു പെണ്ണിനൊരു ബർത്ത്ഡേ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെറിയ രീതിയിൽ ചില തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്തുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ട് ഹന്നയും അതുപോലെ തന്നെ അച്ഛമ്മയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബലൂണൊക്കെ വീർപ്പിച്ചൊക്കെ തരാനായിട്ട്. പിന്നെ നമ്മൾ ക്രിസ്മസിന് വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ മാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടെപ്പോഴോ വാങ്ങിച്ച ഹാപ്പി ബർത്ത്ഡേയുടെ ലെറ്ററുകളെല്ലാം പൊട്ടിയും പൊളിഞ്ഞൊക്കെ പോയിട്ട് ഇതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബർത്ത്ഡേ അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക പരിപാടി അത്രേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് നാളെ നമ്മൾ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. അപ്പോൾ 29-ാം തീയതി വൈകിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ നടത്തുന്നത്. പിന്നെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനില്ല. വർക്കിൻ്റെ ഭാഗമായിട്ട് ആൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് അച്ഛനില്ലാതെ തന്നെ അവൾ കേക്ക് കട്ട് ചെയ്യുന്ന ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഭയങ്കര സങ്കടമായിരുന്നു പുള്ളിക്കാരിക്ക്. എന്നാലും കുഴപ്പമില്ല, നാളെ കട്ടപ്പനയ്ക്ക് പോകേണ്ടതുകൊണ്ട് പുള്ളിക്കാരിക്ക് അതും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവൾ 9-ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടൊന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും ഭയങ്കര എന്താ പറയുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തു സെറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ അച്ഛനില്ലാത്തൊരു വിഷമം ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ വൈദൂട്ടിക്ക് ചെറിയൊരു ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ കൂടെ നിൽക്കുകയാണ്. എന്താ പറയുക, കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐസ്ക്രീം, ചോക്ലേറ്റ്, ജെംസ് അങ്ങനെ വെച്ചിട്ട് ഒരു പാക്ക് ഗിഫ്റ്റ് കൊടുത്തു അനിയനൊക്കെ. അതുപോലെ അവൾ ഒരു വർഷം അവൾ എന്താണ് ചോദിക്കുന്നത് അത് നമ്മൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ട് അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ വൈദ്യുവിന് കൊടുത്ത പോലെ തന്നെ ഒരു ആക്സസറീസൊക്കെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, ഓർഗനൈസ് ചെയ്താൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോക്സ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരെണ്ണം നമ്മൾ വാങ്ങി. പിന്നെ അമ്മമ്മ അവൾക്ക് ഓണക്കോടിയും അതുപോലെ തന്നെ ബർത്ത്ഡേ കോടിയായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്രോക്ക്, നല്ല ഭംഗിയുണ്ട്. നല്ല എന്താ പറയുക, ഡാൻസിനൊക്കെ ഇടാൻ പറ്റുന്ന പോലെ, അതുപോലെ ഫംഗ്ഷൻ, റിസപ്ഷൻ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഉടുപ്പായിരുന്നു കേട്ടോ. പക്ഷേ കളറ് ഭയങ്കര ഡാർക്കാണ്. എനിക്ക് ആ കളർ അത്ര അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഈ പേസ്റ്റൽ കളേഴ്സ്, ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഈ ഒരു ഡാർക്ക് ഷെയ്ഡിനോട് ഇഷ്ടം തോന്നാത്ത. പക്ഷേ കുഞ്ഞിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ബോർഡ് അവൾ ഒത്തിരി നാളായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതായിരുന്നു. വൈറ്റ് ബോർഡ് എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനല്ല. അപ്പോൾ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു ബുക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ അഴിക്കുന്നില്ല, കാരണം അത് ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിറ്റപ്പൻ അത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചിറ്റപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം. പിന്നെ കുഞ്ഞിക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് വേറെ നമ്മൾ നോൺ വെജ് കാര്യമൊന്നുമില്ല. വെജ് ബിരിയാണി ആയിട്ട് സാലഡും അച്ചാറും പപ്പടവും, വെജ് റൈസും നമ്മളുണ്ടാക്കി. അവൾക്ക് ഇത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.